കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു കിട്ടക്കളിയാണ്. ഒരിക്കലും ഇത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എവിടെ ഉണ്ടെങ്കിലും ഓടിപ്പോയിട്ട് ഇങ്ങനെ ഗസലുണ്ടെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ഓടി വന്നത്. ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് ചേട്ടൻ. ചേട്ടൻ ഇങ്ങനെ കലോത്സവ വേദിയിൽ ഓരോ ഗസലും മത്സരാർത്ഥികളെക്കാളും അവിടെ കൂടിയ ജഡ്ജസിനേക്കാളും ഒക്കെ അത്രയും ആസ്വദിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ചേട്ടനോട് സംസാരിക്കാൻ തീരുമാനിക്കുന്നത്. വലിയൊരു ഗസൽ പ്രേമിയാണോ? എന്താണ് ഈ ഗസലിനോട് ഇത്ര ഇഷ്ടം? ഓരോ ഇതുങ്ങൾ ആലാപനം ചെയ്ത സമയത്ത് നമുക്ക് ആ ഹൃദയത്തിനുള്ളിലൊക്കെ കയറിക്കിട്ട് നമ്മൾ ഇവിടുന്ന് വാ 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 എന്ന് പറഞ്ഞ് പോകുന്ന അതാണ് ഗസൽ. ഗായകരും ഇൻസ്ട്രുമെൻ്റ് തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ഇത് തബലക്കാർക്കും ഹാർമോണിയംകാർക്കും പാടുന്ന ആൾ ആവശ്യം പോലെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഇത് കൊടുക്കും. ഒരുപാട് ഗസൽ കേട്ടിട്ടുള്ള ആളാവുമല്ലോ. ബോംബെയിലൊക്കെ പോയിട്ടുണ്ട്. ബോംബെയിൽ ഞാൻ ഇന്ത്യയിൽ പോകാത്ത സ്ഥലങ്ങളില്ല. ചിത്ര സിംഗിൻ്റെയൊക്കെ ഗസൽ കേട്ടിട്ടുണ്ട് ഡൽഹിയിൽ. ഇത് രാവിലെ തൊട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയമായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ലഞ്ചിന് വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയിട്ട് പലരും വേദിയിൽ നിന്ന് മാറുന്ന കണ്ടു. പക്ഷേ നിങ്ങൾ മാത്രം മാത്രം അവിടെ ഇരിക്കുന്നത് കണ്ടു മാറാതെ. ഇത് എൻ്റെ ആഹാരമാണ്. നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം അറിയത്തില്ല. ഇത് വന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമില്ലേ നമ്മളുടെ ദേഹത്ത്. എനിക്ക് വിശപ്പോലും ഇല്ല ഇപ്പോഴും. ഗസലിനോടുള്ളൊരു പ്രേമം പോലെ തന്നെ വളരെ ഇഷ്ടം തോന്നിയതാണ്, അല്ലെങ്കിൽ ഒരു കൗതുകം തോന്നിയതാണ് പേര്. ഈ സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള പേര് അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഫാദർ വന്നിട്ട് സിംഗപ്പൂരിലായിരുന്നു. അദ്ദേഹം അവിടെ മ്യൂസിഷ്യനായിരുന്നു. അങ്ങനെ സിംഗപ്പൂരിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ 43 വന്നിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫോഴ്സ് അവിടെ ഉണ്ടാക്കുന്നത്, INA. അപ്പോൾ അച്ഛൻ ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് നേതാജിയുടെ കൂടെ അങ്ങ് ചേർന്നിട്ട് അങ്ങനെയാണ് എൻ്റെ പേര് തന്നെ സുഭാഷ് ചന്ദ്രൻ വായിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗസലുണ്ടോ പാടാൻ കഴിയും? എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. പണ്ട് NDSൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ഞാൻ പാടിക്കൊണ്ടിരുന്നത്. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ? മലയാളത്തിലോ തമിഴിലോ രണ്ടുപേരെയൊക്കെ. സ്വപ്നങ്ങളെ നിങ്ങൾ ദൈവകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആ പാട്ടുകളൊക്കെ, സ്വപ്നമേ ഈ ലോകം എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന സമയത്ത് അതിപ്പോൾ ഇല്ല. പക്ഷെ നമുക്ക് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാട്ടിയുണ്ട്. അത് നമ്മൾ എവറിത്തിങ് ഓരോ സമയത്ത് അതിൻ്റെ ചേഞ്ച് വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. നമുക്കതിനെ എതിർക്കാൻ പറ്റത്തില്ല. അത് ജനറേഷൻ ഇഷ്ടപ്പെടുകയാണ്. അവരെ വഴിക്ക് വിടുക. നിങ്ങളുടെ കാലം കഴിഞ്ഞ് അടുത്ത ജനറേഷന് വിട്ടുകൊടുക്കുക. വാട്ട് എവർ ഹാപ്പൻ ഇസ് ഹാപ്പൻ, ലെറ്റ് ദം എൻജോയ്.